നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇന്നൊരു കൗതുകമായ മറ്റൊരു വാർത്തയായിക്കോട്ടെ. നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. രക്തത്തിൽ ഒരു 90% ഉണ്ടെന്ന് പറയാം. പിന്നെ നമ്മുടെ കിഡ്നി, ലിവർ, ഹാർട്ട്, പല്ല്, എല്ല് ഏതെടുത്താലും വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്. വെള്ളമാണ് ശരീരത്തിൻ്റെ മെജോറിറ്റി. ഭൂമിയിലെ 1/3 വെള്ളമാണ്. എന്നാൽ ഇപ്പോൾ പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ കണ്ടു. പുതിയതല്ല, എന്നാലും കാഴ്ചപ്പാട് ഇത് വ്യാപകമായി വരുന്നു. 2003 അങ്ങനെ ഒരു കാഴ്ചപ്പാട് ലോകത്ത് വന്നത്. ജീൻസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു ജീൻസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 14 ലിറ്റർ വെള്ളം നഷ്ടമാകും. ഓരോ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എത്ര വെള്ളം വേണമെന്നൊരു കണക്കൂട്ടി എടുത്തിട്ടുണ്ട്. 2003 ലണ്ടനിലെ കിങ്സ് കോളേജ് പ്രൊഫസറായിരുന്ന ജോൺ ആന്റണി അലനാണ് അങ്ങനെ ഒരു വിർച്വൽ വാട്ടർ കൺസെപ്റ്റ് ലോകത്തോട്ട് വെച്ചത്. ഒരു കൽപ്പിത ജലം. ഓരോ വസ്തു ഉണ്ടാക്കുമ്പോൾ എന്തുമാത്രം വെള്ളം നഷ്ടമാകും അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടി വരും. 2008 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ചില കണക്കുകൾ നോക്കാം. ഞാനൊന്ന് എല്ലാം ഡിജിറ്റ് ആയതുകൊണ്ട് ഞാൻ നോക്കി പറയാം. 1 കിലോ മുട്ട 1 കിലോ ആണേ 3300 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ നോക്കൂ, നമ്മൾ വാങ്ങുന്ന 1 കിലോ മുട്ടയ്ക്ക് 3300 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 10 രൂപ കണക്കാക്കിയാൽ 33,000 രൂപയുടെ വെള്ളമാണ് നമ്മൾ 1 കിലോ മുട്ട ഉപയോഗിക്കുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത്. ഗോതമ്പിന് 1 കിലോ 1 ടൺ ഗോതമ്പിനാണ് 1300 ക്യൂബിക് മീറ്റർ വെള്ളം. നോക്കൂ, എന്തുമാത്രം വെള്ളമാണ് ആവശ്യമെന്ന് നോക്കൂ. മറ്റു ചില വസ്തുക്കളുടെ കണക്ക് കൂടി നമുക്ക് നോക്കാം. 1 കിലോ അരി, നമുക്ക് അരി ഉണ്ടല്ലോ, നെല്ല്, 1 കിലോ വരുമ്പോൾ 3000 ലിറ്റർ വെള്ളം നമുക്ക് പാടത്ത് നഷ്ടം. എന്ന് പറഞ്ഞാൽ 30,000, 10 രൂപ വെച്ചാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് വിലയാണെങ്കിൽ 60,000 രൂപയുടെ വെള്ളം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് 1 ലിറ്റർ അരി നമുക്ക് കിട്ടുന്നത്. ബീഫാണെങ്കിൽ 15,000, 1 കിലോ ബീഫാണെങ്കിൽ 15,000, 15,500 പറയുന്നത്. 1000 ഗ്രാം തൂക്കമുള്ള ഒരു ജീൻസിനാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, 10,000, 10,500 നമ്മൾ 1000 ഗ്രാം തൂക്കം. 500 ഗ്രാം തൂക്കമുള്ള കോട്ടൺ 4100 ലിറ്റർ. ഡയപ്പറിന് പോലും വേണം 870 ലിറ്റർ. ബെഡ്ഷീറ്റ്, ഒരു ശരാശരി ബെഡ്ഷീറ്റാണ് 9750 ലിറ്റർ. 1 കപ്പ് കോഫിക്ക് 140 ലിറ്റർ വെള്ളം നഷ്ടപ്പെടുന്നതാണ്. കോഫി പൗഡറൊക്കെ ഉൽപ്പാദിപ്പിച്ച് വരുന്നതിൻ്റെ കണക്കാണ്, അല്ലാതെ കോഫിക്ക് വെള്ളം കുറച്ച് മതി, കോഫിക്ക് അത്രയും വെള്ളമാണല്ലോ. പാല് 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ പശു കഴിക്കുന്ന വസ്തുക്കളെല്ലാം കണക്കാക്കിയിട്ടാണ് കണക്കാക്കി എടുക്കുന്നത്. അരിയുടെ കണക്ക് ഞാൻ പറഞ്ഞു. ചോളം 5000, 500 ലിറ്റർ. ഉരുളക്കിഴങ്ങ് 1 കിലോ ഉരുളക്കിഴങ്ങിന് 180 ലിറ്റർ. പന്നി ഇറച്ചിക്ക് 5500. ആപ്പിളിന് 70 ലിറ്റർ. ഒരു ആപ്പിൾ ജ്യൂസിനാണെങ്കിൽ 200 മില്ലി ലിറ്റർ ഉള്ള ഒരു ആപ്പിൾ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ അതിന് 190 ലിറ്റർ. കവർ വാങ്ങുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് നമ്മൾ വാങ്ങുന്നത്, അതിന് 40 ലിറ്റർ. വെണ്ണയ്ക്ക് 5000 ലിറ്റർ. വെണ്ണയ്ക്കാണ് വലിയ, പശുവിന് കിടക്കുന്നുണ്ടായിരിക്കാം. ചിക്കന് 3900 ലിറ്റർ. തേങ്ങയ്ക്ക് 2500 ലിറ്റർ. ആട്ടിറച്ചിക്ക് 4000 1 കിലോ. ഹാംബർഗർ നമ്മൾ കഴിക്കുന്നതാണ് 2400. ബാർലി 1 കിലോയ്ക്ക് 1300. ബിയർ 1 ലിറ്റർ ബിയറിന് 75 ലിറ്റർ വെള്ളം. ഒരു മുട്ടയ്ക്ക് 200. 1 കിലോ കോട്ടൺ 2700. ഒരു കാറിന് 80 ലിറ്റർ. അമേരിക്കയുടെ കണക്കാണ്, മറ്റു രാജ്യങ്ങളിൽ വ്യത്യാസമുണ്ട്. 1 കിലോ തേയിലയ്ക്ക് 30 ലിറ്റർ. പഞ്ചസാരയ്ക്ക് 1500 ലിറ്റർ. ഇങ്ങനെ ഏത് ഉൽപ്പന്നം ഉണ്ടെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഉൽപ്പന്നം എടുത്താലും ആ ഉൽപ്പന്നത്തിനെല്ലാം എത്ര വെള്ളം നഷ്ടമാകും, അല്ലെങ്കിൽ എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളൊരു കണക്കൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഒരു കൗതുക വാർത്തയായിട്ട് ഇപ്പം നിൽക്കുന്നു. പക്ഷേ കൗതുകത്തിനപ്പുറമുള്ള ചില ആശങ്കകളുണ്ട്. അത് പറയാനാണ് ഞാൻ 2ാം ഭാഗം വരുന്നത്. ഓരോ രാജ്യവും വിർച്വൽ വാട്ടർ കണക്കാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിർച്വൽ വാട്ടർ കണക്കാക്കിയിട്ട്, ഉദാഹരണം നമ്മുടെ രാജ്യം, ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് രാജ്യത്ത് നെല്ലുൽപാദനത്തിന് എത്ര വെള്ളം വേണം, ഗോതമ്പ് ഉൽപാദനത്തിന് എത്ര വെള്ളം വേണം, കരിമ്പ് ഉൽപാദനം, ഇങ്ങനെ ഓരോന്നിൻ്റെയും വിർച്വൽ വാട്ടർ കണക്ക് കൂട്ടണം. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും, വേൾഡ് ബാങ്കും, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും, അന്താരാഷ്ട്ര ഏജൻസികളും എല്ലാം, സാമ്പത്തിക ഏജൻസികളെല്ലാം പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിർച്വൽ വാട്ടറിൻ്റെ കാൽക്കുലേഷൻ നടത്തിയിട്ട് അത്രയും വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ ആ വസ്തു ഇമ്പോർട്ട് ചെയ്താൽ മതി. വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ആ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ വിർച്വൽ വാട്ടർ എക്സ്പോർട്ട്, വിർച്വൽ വാട്ടർ ഇമ്പോർട്ട്, ആ തിയറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് തിയറി ഉണ്ടാക്കണം. എന്താണ്? എത്ര വെള്ളമാണ് നമുക്ക് സേവിക്കാൻ പറ്റുന്നത് അത്രയും സേവിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെ ഉണ്ടാക്കാവൂ.
അപ്പോൾ ചിലപ്പോൾ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രശ്നമുണ്ട് ലോകത്ത്. ഇങ്ങനെ വിർച്വൽ വാട്ടർ കണക്കാക്കി വിർച്വൽ ട്രേഡിൽ വരുന്നവർക്ക്, വിർച്വൽ ട്രേഡിലേക്ക് വന്ന് ആ എഗ്രിമെന്റിൽ വരുന്നവർക്ക് ഭാവിയിൽ ധനസഹായം ചെയ്താൽ മതി എന്നൊരു കാഴ്ചപ്പാട് ലോകത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ടില്ല ആരും, പക്ഷെ സ്ട്രിക്റ്റ് ആയാൽ വലിയ ബുദ്ധിമുട്ട് വരും. നമ്മെപ്പോലുള്ള രാജ്യങ്ങൾക്ക് നെൽകൃഷി ചെയ്യുന്ന, ഗോതമ്പ് കൃഷി ചെയ്യുന്ന, ധാരാളം വെള്ളമെടുക്കുന്ന കൃഷി ചെയ്യുന്നവർക്കും ധാരാളം വെള്ളമെടുക്കുന്ന വ്യവസായം ചെയ്യുന്നവർക്കും, ഇപ്പോൾ ജീൻസ്, കാർ എന്നൊക്കെ പറഞ്ഞല്ലോ, വലിയ ബുദ്ധിമുട്ട് വരും. അവർക്ക് ധനസഹായമേ കൊടുക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ വിർച്വൽ ട്രേഡ്, വിർച്വൽ ഇമ്പോർട്ട്, വിർച്വൽ എക്സ്പോർട്ട് തിയറികളും നയങ്ങളും ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ പുതിയ പോളിസി ഉണ്ടാക്കണം. വിർച്വൽ എക്സ്പോർട്ട് പോളിസി, വിർച്വൽ വാട്ടർ എക്സ്പോർട്ട് പോളിസി, വിർച്വൽ വാട്ടർ ഇമ്പോർട്ട് പോളിസി, ട്രേഡ് പോളിസീസ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, കരാറുകളിൽ ഏർപ്പെടുകയും, അപ്പം മറ്റു രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ ഇന്ത്യ, മറ്റൊരു അമേരിക്ക, അല്ലെങ്കിൽ ചൈന, അല്ലെങ്കിൽ ജപ്പാൻ, അങ്ങനെ ലോക രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടണം. ഞങ്ങളുടെ വിർച്വൽ വാട്ടർ, ഓരോ ഐറ്റത്തിൻ്റെയും വിർച്വൽ വാട്ടർ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇത്രയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം ഇസ്രായേൽ ഓറഞ്ച് കൃഷി കുറച്ചുകൊണ്ട് വന്നു. എന്താ പറഞ്ഞ ന്യായം? ധാരാളം വെള്ളമെടുക്കുന്ന കൃഷിയാണ് ഓറഞ്ച് കൃഷി. അപ്പോൾ ഓറഞ്ച് കൃഷി ക്രമാനുഗതമായി കുറച്ചുകൊണ്ട് വരുന്നു. ഈ തിയറി അനുസരിച്ചാണ്, വിർച്വൽ വാട്ടറിൻ്റെ തിയറി അനുസരിച്ചാണ്. അപ്പോൾ ഓരോ രാജ്യവും വിർച്വൽ വാട്ടറിൻ്റെ കൺസെപ്റ്റിനനുസരിച്ച് അതാത് രാജ്യത്തെ ഓരോ ഉൽപ്പന്നത്തിനുണ്ടാക്കുന്നതിന് എത്ര വെള്ളം വേണമെന്ന് കണക്കാക്കി ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിർച്വൽ വാട്ടർ തിയറി ഡെവലപ്പ് ചെയ്ത് ഒരു വിർച്വൽ വാട്ടർ ഇമ്പോർട്ട്, വിർച്വൽ വാട്ടർ എക്സ്പോർട്ട് തത്വങ്ങൾ അനുസരിച്ച് വിർച്വൽ ട്രേഡ് അലയൻസ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി ലോകത്തിന് കരാറുകളിൽ ഏർപ്പെടുവാനും ധനസഹായം കൊടുക്കുവാനും എന്നുള്ളതുള്ള പുതിയ കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. ഞാൻ തുടങ്ങിയതൊരു കൗതുക വാർത്തയായിട്ടാണെങ്കിലും അവസാനിപ്പിക്കുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വാർത്തയാണിത്. ലോകത്തെ ഓരോ രാജ്യത്തെയും എന്തെന്ത് രൂപത്തിലൊക്കെ, ഏതെല്ലാം മാർഗത്തിലൂടെ ഓരോ രാജ്യത്തെയും തമ്മിൽ പുതിയ പുതിയ രൂപത്തിൽ ബന്ധിപ്പിക്കാമെന്നുള്ള ശാസ്ത്രകാരന്മാരുടെയും സാങ്കേതികവിദഗ്ധരുടെയും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ അന്വേഷണം ചെന്നെത്തുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാണ് എന്നുള്ളത് ഒരുതരം ആശങ്കപ്പെടുത്തുന്നുണ്ട്, ഭയാനകവുമാണ്. ഇങ്ങനെ ഒരുപാട് തിയറികൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ തിയറികൾ. 2003 ഈ തിയറി അഡോപ്റ്റ് ചെയ്തത്. 2008 അദ്ദേഹത്തിന് അവാർഡും കിട്ടി. പക്ഷേ കഴിഞ്ഞ 10-20 വർഷമായി ലോകം ഇത് ചർച്ച ചെയ്യുകയാണ്. ഇനി വരുന്ന നിയമങ്ങൾ അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോക ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ സിദ്ധാന്തമായി, അതിൻ്റെ അടിസ്ഥാനമായി, ധനസഹായത്തിൻ്റെ അടിസ്ഥാനമായി വിർച്വൽ വാട്ടർ ഡോക്യുമെൻറ്റുകൾ കൂടി വേണം എന്നുള്ളൊരു കാലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അത് വളരെ ആശങ്കാജനകമായ പുതിയ ലോകത്തെ തീർക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആഗോളവൽക്കരണം തുടങ്ങിയതിന് ശേഷം 100,000 കാര്യങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഈ പ്രളയം പോലുള്ള മസാല വാർത്തകൾക്കിടയിൽ മറ്റൊരുപാട് കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഇതിനൊന്നും ഒരു സാധ്യതയുമില്ല, ആരും പഠിക്കുന്നുമില്ല. നമ്മെ ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബാധിക്കുമ്പോൾ, എൻ്റെ സ്ഥാപനത്തെ ബാധിക്കുമ്പോൾ, എന്നെ ബാധിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷേ അങ്ങനെ ബാധിക്കുമ്പോൾ, ബഹളം ഉണ്ടാക്കുമ്പോൾ കാലം കഴിഞ്ഞു പോയിരിക്കും, സമയം ഒരുപാട് പോയിട്ടുണ്ടാവും, വണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പിറകെ പിടിക്കാൻ ഓടുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. ഇത്തരം കൺസെപ്റ്റുകളും ലോകത്തെ നിയന്ത്രിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ അധിനിവേശം വരുന്നത് യുദ്ധത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ, പിന്നെ കൊളനൈസേഷൻ്റെ രൂപത്തിലാണെങ്കിൽ, ട്രേഡിൻ്റെ രൂപത്തിലാണ്, പല പല രൂപത്തിലാണ് ലോകത്തെ അധിനിവേശം വരുന്നത്. സ്വർണ്ണമുള്ളവരെ കീഴടക്കുക, വെള്ളമുള്ളവരെ കീഴടക്കുക, അങ്ങനെ പല രൂപത്തിലാണ് സ്വത്തുള്ളവരെ, മിനറൽസ് ഉള്ള രാജ്യങ്ങളെ കീഴടക്കുക, അങ്ങനെ പല രൂപത്തിലാണ് ലോകത്ത് അധിനിവേശം നടക്കുന്നത്. ഇതും മറ്റൊരു തരത്തിലുള്ള അധിനിവേശമാകുമോ എന്നുള്ളതും ലോകം കാത്തിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്തായാലും കൗതുകത്തിൽ തുടങ്ങി സീരിയസ് ആയൊരു വിഷയമായി നമ്മളിത് പഠിക്കേണ്ടതുണ്ടെന്ന് പറയാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എത്രയായി?